മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അയാൾ പറഞ്ഞതും ഋഷിയുടെ കൈകൾ പതിയെ അയഞ്ഞു, കണ്ണുകൾ കുറുകി. അയാൾ ഗൂഢമായ ചിരിയോടെ അവനെ നോക്കിയിട്ട് തനുവിന് നേരെ തിരിഞ്ഞു. നിന്റെ സ്വന്തം തന്തയുടെ കാലൻ, കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഋഷഭ് മഹേന്ദ്രൻ, ഇവനെ തന്നെ വേണോടി നിനക്ക് ഭർത്താവായിട്ട്? അയാളുടെ ശബ്ദം അവിടെ ചെവിയിൽ ഒരു കാരിരുമ്പായി തുളഞ്ഞു കയറവേ, ഒരു ഇടുത്തി പോലെ പതിയവേ, അവന് നേരെ ഭീതിയോടെ പാളി അവിടെ പിടക്കുന്ന മിഴികൾ അതിന്റെ ഇണയിൽ പതിഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ നടുക്കം അവളുടെ മിഴികളിൽ നിറഞ്ഞു നിന്നു. അയാളുടെ വാക്കുകളൊരു ഇടിമുഴക്കം പോലെ വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴുകി കേട്ടു. തലാഴ്ത്തി നിൽക്കുന്ന ഋഷിയുടെ രൂപം കണ്ണുനീരിന്റെ മങ്ങിൽ അവൾ കണ്ടു. ഒരു തളർച്ചയോടെ അവൾ താഴേക്ക് ഊർന്നിരുന്നു. നടുങ്ങി തരിച്ച് എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന അവളുടെ മുമ്പിലേക്ക് ചെറിയച്ഛൻ വന്നു നിന്നു. ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ദാ നിൽക്കുന്നല്ലോ ദി ഗ്രേറ്റ് ഋഷഭ് മഹേന്ദ്രൻ, നിന്റെ ഭർത്താവ്, ഗുണ്ടാട്ടിയും തലവൻ. അവനോട് ചോദിക്ക്, നിന്റെ അച്ഛനെതിരെയുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത അവനാണോന്ന്. അവൻ പറയട്ടെ സത്യം എന്താണെന്ന്, എന്നിട്ട് നീ വിശ്വസിച്ചാൽ മതി. അയാൾ വീണ്ടും അവളുടെ മുറിവിലേക്ക് കത്തി കുത്തിയിറക്കി. കുറച്ചു നേരം ആ ഇരിപ്പ് തുടർന്നെങ്കിലും അവൾ പതിയെ എഴുന്നേറ്റ് ഋഷികുമ്പിലായി വന്നു നിന്നു. നിറഞ്ഞൊഴുകുന്ന അവളുടെ മിഴികളിലേക്ക് നോക്കി നിസ്സഹായനായി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. അവനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അവൾ അവന്റെ കൈകളിലേക്ക് അവളുടെ കൈകോർത്തി പിടിച്ച് എന്നിട്ട് ചെറിയച്ഛന്റെ മുമ്പിലായി വന്നു നിന്നു. അയാളുടെ കണ്ണുകൾ അവിശ്വസനീയതയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. ഈ ലോകത്തിൽ നിന്ന് മറ്റെന്തിനേക്കാളും ഞാൻ ഈ മനുഷ്യനെ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവനാ, പ്രാണനാ. നിങ്ങൾ എന്തെങ്കിലും വന്ന് പറയുമ്പോഴേക്കും വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല ഞാൻ. അവൾ ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോഴും അയാളുടെ ചുണ്ടിന്റെ കോണിൽ വിരിഞ്ഞെന്ന പുച്ഛം അവളുടെ മനസ്സിലെവിടെയോ ഒരു ഭീതി ഉണർത്തി. അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നിറമിഴികൾ അമർത്തി തുടച്ച് അവൾ ഋഷിയുടെ നേർക്ക് തിരിഞ്ഞു. പറ ഋഷിയേട്ടാ, ഇയാളുടെ മുഖത്ത് നോക്കി പറ, ഈ പറഞ്ഞ കള്ളാണെന്ന് പറ. അതൊന്നും സത്യമില്ലെന്ന് പറ ഋഷിയേട്ടാ. അവൾ പരിസരം പോലും മറന്ന് അവന്റെ ഇരുകോളിലും പിടിച്ചുലച്ചു. അവളുടെ മുഖത്ത് പോലും നോക്കാനാവാതെ, ആ കണ്ണുകളെ നേരിടാനാവാതെ, ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അവനെ നിന്നു. താൻ എന്തൊക്കെ ചെയ്തിട്ടും അവനൊന്നും നോക്കുക പോലും ചെയ്യുന്നില്ലെന്ന് കണ്ട അവളുടെ മനസ്സിൽ ഭീതിയുടെ കണികകൾ ഉറഞ്ഞുകൂടി. ഒരു നിമിഷം അവൾ എന്തോ ആലോചിച്ചു നിന്നു. പിന്നെ അവന്റെ വലത് കൈയെടുത്ത് അവളുടെ തലയിൽ വെച്ചു. ഇനി പറ, ഈ പറഞ്ഞെല്ലാം കളവാണെന്നൊന്ന് പറ ഋഷിയേട്ടാ. അവൾ പ്രതീക്ഷയോടെ നിറമിഴികളോടെ ഉയർന്ന നെഞ്ചിടിപ്പോടെ അവന്റെ നേർക്ക് ഉറ്റുനോക്കി. അവളുടെ തലയിൽ നിന്ന് അവന്റെ കൈയാഞ്ഞതും അത് താഴേക്ക് വീണതും ഒരു നടുക്കത്തോടെ അവൾ പിന്നോട്ട് മാറി അവിശ്വസനീയതയോടെ അവനെ നോക്കി. ചെറിയച്ഛനെ രാവിലെ മുഖത്തൊരു വിജയച്ചിരി വിരിഞ്ഞു. അവൾ വീണ്ടും അവന്റെ മുമ്പിൽ വന്ന് നിന്നു. കണ്ണു രണ്ടും തുടച്ച് ഒരു വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം മാത്രം അവസാനമായിട്ട്. അവൻ നിറമിഴികൾ ഉയർത്തി നിസ്സഹായനായി അവളെ നോക്കി. ഞാൻ കേട്ടത് സത്യമാണോ? ഋഷിയേട്ടനല്ല എന്ന് പറഞ്ഞ ഈ ലോകത്ത് മറ്റാര് പറഞ്ഞാലും, എന്തിന് ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല. അത്രയ്ക്ക് വിശ്വാസ. മറിച്ചാണെങ്കിൽ പിന്നെ ഋഷിയുടെ ജീവിതത്തിൽ തനുവില്ല. അവൾ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു നിർത്തി നിറമിഴികളോട് അവനെ നോക്കി. മോളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഋഷി നിന്ന് കെഞ്ചി. വേണ്ട, സത്യമാണോ അല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. താൻ കേട്ടൊന്നും സത്യമാവില്ലേ എന്ന പ്രാർത്ഥനയോടെ ആൾ ഋഷിയെ ഉറ്റുനോക്കി. സത്യമാണ്, ഞാനാണ് ഏറ്റെടുത്തത്. പക്ഷേ അവന്റെ ശബ്ദം നേർത്തു പോയിരുന്നു. അവൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവൾ താഴേക്ക് ഊർന്നു വീണിരുന്നു. കേട്ടത് വിശ്വസിക്കാനാവാത്ത അറിഞ്ഞിരുന്ന തനു ശരീരത്തിന് തളർച്ച ബാധിക്കുന്ന പോലെ, മനസ്സൊക്കെ മരവിച്ച അവസ്ഥ. കണ്ട സ്വപ്നങ്ങളെല്ലാം അകന്നു പോവുകയാണല്ലോ. തന്റെ വിശ്വാസത്തിന് മേൽ കളങ്കം പറ്റിയിരിക്കുന്നു. അവൾ അവിശ്വസനീയതോടുകൂടി അവനെ നോക്കി. അവൻ പതിയെ അവളുടെ അടുത്ത് വന്നിരുന്നു. എന്താ ഞാനീ കേട്ട്? ഋഷിയേട്ടനെ ചതിക്കായിരുന്നല്ലേ? എന്നെ ആരില്ലാത്തവളാക്കിയല്ലേ? എങ്ങനെ കഴിഞ്ഞു ഋഷിയേട്ട? സത്യമാണ് തനു, പക്ഷേ നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊന്നും. ഇത് പറയാനാ ഞാൻ ഇന്നലെ. പക്ഷേ എനിക്കൊരു അവസരം തരണം പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവന്റെ വാക്കുകൾ സങ്കടത്താൽ മുറിഞ്ഞു പോയിരുന്നു. സത്യമാണെന്ന് ചോദിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു ഋഷിയേട്ട. കാരണം ഞാൻ നിങ്ങളെ സംശയിക്കാണെന്ന് തോന്നിയാലും അതുപോലെ എനിക്ക് സഹിക്കില്ലായിരുന്നു. സത്യമായിരിക്കില്ലേ എന്ന് ഓരോട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലായെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. അവൾ പൊട്ടിക്കരഞ്ഞോട് നിലത്തേക്ക് വീണു. അവനും തളർച്ചയോടെ അവളെ തൊടാനായി കൈനീട്ടി. തൊട്ടു പോരുത്, അതിനുള്ള അർഹത അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന ഋഷഭ് മഹേന്ദ്രന്. തനു മോളെ, ഞാൻ പറയുന്നത് കേൾക്കടാ പ്ലീസ്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ കേൾക്കേണ്ട ഋഷിയേട്ട? ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാ ആ നിൽക്കുന്ന മനുഷ്യൻ പോലും ഇത്രയും വലിയ ക്രൂരതയോട് ചെയ്തിട്ടില്ല. എന്തിനായിരുന്നു ഋഷിയേട്ട കൂടെ നിന്ന് ചതിച്ചത്? പ്രാണനാഥ് സ്നേഹിച്ചല്ലേ ഞാൻ? വേണായിരുന്നു എന്നോട് ഇങ്ങനെ? തനു, അവൻ നിസ്സായതയോടെ അവളെ വിളിച്ചു. വേണ്ട, വിളിക്കരുത് അങ്ങനെ. അവൾ തീപ്പാർന്ന കണ്ണുകളോട് അവനെ നോക്കി. വിശ്വസിച്ചിരുന്നു ഞാൻ ഈ ലോകത്തിൽ എന്തിനേക്കാളും ഞാൻ സ്നേഹിച്ചിരുന്നു, പ്രാണനെ പോലെ.
ഞാൻ ചോദിച്ചപ്പോൾ കള്ളാണെങ്കിലും റീഷേട്ടിന് ഇല്ലാത്തൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് വേറെ ആരും തന്നെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അതിനുള്ള ശിക്ഷയാണ് ഇത്. വേണ്ടായിരുന്നു ഋഷിയേട്ട. ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് ആരോരും ഇല്ലാത്തൊരു പാവം പെണ്ണിനെങ്ങനെ ചതിക്കണ്ടായിരുന്നു. ആൾ തരക്ക് കൈയും കൊടുത്ത് പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. തനു, നീ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പെട്ടെന്ന് മനു മുന്നോട്ട് വന്നെങ്കിലും ഋഷി കണ്ണുകൾ കൊണ്ട് അവനെ തടഞ്ഞു. ഓ, അപ്പം മനുവേട്ടനെ അറിയായിരുന്നല്ലേ? എല്ലാവരും കൂടെ ചേർന്ന് ചതിക്കായിരുന്നല്ലേ? ഇപ്പം എങ്ങനെയെന്ന് വിളിച്ച് ആത്മാർത്ഥമായിട്ടാണെന്ന് കരുതിയ ഞാൻ വണ്ടി. മോളെ അങ്ങനെയല്ല ഋഷി, ഒന്ന് പറയടാ. മനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടും ഋഷി നിന്നതിൽ നിന്ന് അനങ്ങിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് രാഹുലും ചെറിയച്ഛനും വിജയശ്രീയോട് അവരെ നോക്കി നിന്നു. അയാൾ പതിയെ നടന്ന് അവിടെ അടുത്തേക്ക് വന്നു. തോളിൽ കൈവച്ച് അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. സ്വന്തം അച്ഛനെ കൊല്ലാൻ കൂട്ടുന്ന ഒരുത്തന് വേണോ വേണ്ടയോ എന്ന് നീ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് പോവാം. കാരണം ഇവൻ്റെ അത്രയും ക്രൂരതയൊന്നും ഞാൻ എന്തായാലും നിന്നോട് ചെയ്തിട്ടില്ല. നമുക്ക് പോകാം മോളെ. കപടമായ അയാളുടെ വാക്കിൽ അവഗണിച്ച് കത്തുന്നൊരു നോട്ട് അയാൾക്ക് നേർത്തൊടുത്ത് അവൾ മുത്തിയുടെ നേർക്ക് നടന്നു. നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ നിൽക്കുന്ന മുത്തിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് നെറ്റിമുട്ടിച്ച് നിന്നു കുറച്ചു നേരം. നേരത്തെ ഏങ്ങലടികൾ മാത്രം ആ നിശബ്ദതയിൽ നിറഞ്ഞു നിന്നു. പോവാ, ചിലപ്പോൾ കൊല്ലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മാറുവാടികൾക്ക് വിൽക്കുമായിരിക്കും. എങ്കിലും ഇപ്പം നടന്നതിൻ്റെ 100% വേദന പോലും എനിക്ക് തോന്നില്ല. മനസ്സ് അത്രമാത്രം മരവിച്ചു പോയിരിക്കുന്നു. നന്ദിയുണ്ട് ഒരുപാട്. സ്നേഹിച്ചേന്, സംരക്ഷിച്ചേന്. ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് പ്രാർത്ഥിക്കാം. മോളെ, എൻ്റെ മോൻ, അവനിത് സഹിക്കില്ല. തകർന്നു പോകും എൻ്റെ കുട്ടി. ഞാനിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ 100% പോലും വരില്ല മുത്തിയത്. ചുറ്റും ഒരുപാട് പേരുള്ളവർക്ക് അനാഥത്വത്തിൻ്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഒറ്റപ്പെടുന്നവളുടെ നിസ്സഹായ ഒരു പെൺകുട്ടിയുടെ വേദന. എന്തോ പറയാനായി വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന മുത്തി അവഗണിച്ചുകൊണ്ട് ആ കവിളിൽ ചുമ്മനമേയിക്കൊണ്ട് അവൾ ആദിയുടെയും ഉണ്ണിയുടെയും മുമ്പിൽ പോയി നിന്നു. അവരുടെ രണ്ടുപേരുടെയും കവിളിലേക്ക് ഒരുമിച്ച് കൈ ചേർത്ത് വെച്ചു. പോട്ടെടാ, മറക്കില്ല കേട്ടോ, മരിക്കുവോളം. നന്ദിയുണ്ട്, ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചേന്, ചിരിപ്പിച്ചേന്. ചേച്ചിയുടെ മനസ്സിലുണ്ടാവുമെന്നും. ചേച്ചി, ഋഷിയേട്ടൻ തകർന്നു പോകും. ഒരിക്കൽ തിരിച്ചു കിട്ടിയാൽ ഞങ്ങൾക്ക് പോകരുത്. ഞങ്ങൾക്ക് വേണമെങ്കിലും കാലു പിടിക്കാൻ ഞാൻ. ആദിയുടെ വാക്കുകൾ കണ്ണുനീരിൽ കുതിർന്നിരുന്നു. അവനെ നോക്കി വേദനയിൽ കുതിർന്ന ഒരു പുഞ്ചിരി കൊടുത്തിട്ട് അവൾ ദിയയുടെ മുമ്പിൽ വന്ന് നിന്നു. ദേഷ്യായിരുന്നു എനിക്ക് നിന്നോട്. ഇപ്പം എൻ്റെ കുഞ്ഞരിച്ചെത്തിയെ പോലെ സ്നേഹിക്കുന്നുണ്ട്. കൂടപ്പിറപ്പുകളില്ലാത്ത എനിക്ക് മനുവേട്ട സ്വന്തം ഏട്ടനായിരുന്നു. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ആ മനസ്സിലൊരു ഇഷ്ടമുണ്ട്, കണ്ടില്ലെന്ന് അടിക്കരുത്. നഷ്ടപ്പെടലിൻ്റെ വേദന അതെന്നോൾ അറിഞ്ഞവരുണ്ടാവില്ല. തനു, ദിയ കരഞ്ഞുകൊണ്ട് അവൾ ഇറുകെപ്പുണർന്നു. ഋഷിയേട്ടൻ സഹിക്കില്ല ഇത്. പോവരുത് പ്ലീസ്. ആ മനുഷ്യൻ പിന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് ജീവനാ നിന്നെ. ദിയെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റി ആൾക്ക് നേരെ ഒരു വാടിയ പുഞ്ചിരിയും കൊടുത്ത് അവസാനമായി അവൾ ഋഷിയുടെ മുമ്പിൽ ഒന്നുകൂടെ ചെന്ന് നിന്നു. നിറഞ്ഞൊഴുകുന്ന അവന്റെ മിഴികളും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഭാവവും നിർവികാരതയോടുകൂടിയുള്ള നിൽപ്പും അവളുടെ ഉള്ളിൽ കൂരമ്പുകളായി തറച്ചു കയറി. ആ നെഞ്ചിൽ നിന്ന് തലയാഴ്ച പൊട്ടിക്കരയാൻ അവൾക്ക് തോന്നുന്നുണ്ട്. ഈ ഭൂമിയിൽ തന്റെ സങ്കടങ്ങളെ ഏറ്റുവാങ്ങാനുള്ള തനിക്ക് വേണ്ടി മാത്രം സ്പന്ദിക്കുന്ന ഹൃദയമാണ്. അതിന്റെ താളം പോലും തനിക്കിപ്പോൾ അന്യമായിരിക്കുന്നു. മനസ്സുകൾ അകന്നിരിക്കുന്നു. ആളവന്റെ നെറ്റിയിലും കണ്ണുകളിലും കവിളിലുമെല്ലാം മനസ്സിന്റെ സമനില തെറ്റിയവളെ പോലെ കൗതുകത്തോടെ നിറഞ്ഞ ചിരിയോടെ വിരലോടിച്ചു. ആ നെഞ്ചിലേക്ക് ചാരി നിന്ന് ഹൃദയതാളം ഒപ്പിയെടുത്ത് തന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചു. ഇനി തനിക്ക് ജീവിക്കാൻ ഇത് മാത്രം മതി എന്നതുപോലെ. പോവാണ്, തിരികെ വിളിക്കരുത്. എനിക്കതിന് കഴിയില്ല. ജീവിക്കോ മരിക്കോ ഒന്നും അറിയില്ല. മറക്കില്ല, മരിക്കുവോളം വെറുക്കില്ല. കാരണം അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി. അത്രമേലെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. മറന്നാൽ പിന്നെ ഞാനില്ല. ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കൽ കൂടി അനാഥയാക്കിയതിന്. താൻ നിർവികാരതയോടെ ഒരു ഭ്രാന്തിയെ പോലെ നടന്നു പോകുന്ന നിറകണ്ണുകളോടെ വിങ്ങുന്ന മനസ്സോടെ അവൻ നോക്കി നിന്നു. ഒന്ന് തടയാൻ പോലും ആവാതെ അതിനുള്ള അധികാരവും അർഹതയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നീക്കുമായി. ആകെ തളർന്നു നിൽക്കുന്ന അവന്റെ മുമ്പിലേക്ക് ചെറിയച്ഛൻ വന്നു നിന്നു. കണ്ണുകളിൽ പുച്ഛവും ചുണ്ടിൽ വിജയശ്ശിരിയും നിറച്ച്. മോനെ ഋഷി, നീ അന്ന് ഹീറോ കളിച്ച് അവിടുന്ന് പോന്നപ്പോ ഓങ്ങി വെച്ചതാ നിനക്ക്. ഇത്ര നാളൊരു നോട്ടം കൊണ്ടുപോലും ബുദ്ധിമുട്ടിക്കാത്ത ഇതാ ഈ ഒരവസരത്തിന് വേണ്ടിയായിരുന്നു. മാനവ് മൽഹോത്രയായിട്ട് മുട്ടാൻ മാത്രം നീ വളർന്നിട്ടില്ല മോനെ ഋഷഭ് മഹേന്ദ്ര. ആ ഒരു നേർക്കൊരു പുച്ഛച്ചിരിയും പാസാക്കി അയാൾ നടന്നീ. ഒരക്ഷരം പോലും മറുത്തു പറയാതെ മുഷ്ടിയും ചുരുട്ടി അവൻ നിന്നു. ഋഷി, കൂൾ ഡൗൺ മാൻ. ഇനി അവൾ എനിക്ക് സ്വന്തം. എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ വല്ല മാറുവാടികൾക്കും കൊടുത്ത് 10 കാശുണ്ടാക്കും. നിനക്ക് വേണമെങ്കിലും തരാട്ടോ. അവര് തരുന്നതിലും കൂടുതൽ തന്നാ മാത്രം. പറഞ്ഞു മാത്രമേ രാഹുലിന് ഓർമ്മയുണ്ടായുള്ളൂ. പിന്നെ മണ്ഡപത്തിൽ നിന്നും പറന്ന് താഴേക്ക് വീഴുന്നാണ് കണ്ടത്. ഋഷി ഒരു കൊടുങ്കാറ്റ് പോലെ അവനരികിലേക്ക് പാഞ്ഞു വന്ന് നെഞ്ചിൽ കാലുവെച്ച് നിന്നു. ഇനി നിന്റെ നാവ് പൊന്തിയ അരിഞ്ഞെടുക്കും ഞാൻ നായേ.
അവിടെ നേർക്കൊരു ദൂഷിച്ച നോട്ടെങ്കിലും വീണുന്നറിഞ്ഞാ വരും ഞാൻ. പോകുന്നതിന് മുമ്പ് അന്വേഷിച്ച് നോക്ക് ഋഷഭ് മഹേന്ദ്രൻ ആരായിരുന്നുവെന്ന്. അവൾ എന്റെ പെണ്ണാ. അതങ്ങനെ തന്നെ ആയിരിക്കും മരിക്കുവോളം. ഋഷിയെ വെല്ലുവിളിക്കാൻ മാത്രമൊന്നും നീ വളർന്നിട്ടില്ല. കൊന്ന് തള്ളു ഞാൻ. അവന്റെ കഴുത്തിൽ കാലമർത്തി നിന്നുകൊണ്ട് കിതച്ച് ഋഷി ശ്വാസം കിട്ടാതെ കിടന്ന് പിടഞ്ഞു. അവനവിടെ ഇട്ട് ഋഷി പുറത്തേക്ക് ഓടി ഇറങ്ങിയപ്പോഴേക്കും തനിവിനെയും കൊണ്ട് ചെറിയച്ഛൻ പോയിരുന്നു. പുറത്ത് ആർത്തലച്ച് പെയ്യുന്ന മഴയെ വകവെക്കാതെ മുട്ടുത്തിരുന്ന എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അലറിക്കറിഞ്ഞവൻ മതി വരുവോളം. മഴയുടെ നാദത്തിൽ അലിഞ്ഞു ചേർന്ന അവന്റെ മിഴികളിൽ നിന്നുതിർന്ന കണ്ണുനീരും ഗദ്ഗതവും അത് നോക്കി നിസ്സഹായതയോടെ മറ്റുള്ളവരും. വീടിന്റെ പല ഭാഗത്തായി ഓരോരുത്തരായി ചടഞ്ഞിരിക്കുന്നുണ്ട്. ആർക്കും മിണ്ടാട്ടമില്ല. കല്യാണ വീട് മരണ വീടായതുപോലെ നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങൾ പോലും മാറ്റാതെ ഋഷി ഇരിക്കുന്നുണ്ട്. ചെറുതായി ഉയർന്നു പൊങ്ങുന്ന നെഞ്ചും കണ്ണുനീർ വറ്റാത്ത കണ്ണുകളുമാണ് ജീവനുണ്ടെന്നുള്ളതിന്റെ പ്രതീകം. അവനെ ഒന്ന് നോക്കാൻ പോലും ആവാതെ മറ്റുള്ളവരും. എന്തു പറയുമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നോ ഒന്നും അറിയില്ല. ഋഷി എന്തിരിപ്പാടാ ഇത്, ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റി. മനു അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. അവള് പോയടാ, എന്നെ തനിച്ചാക്കി. അവൾക്ക് ആരുമില്ല. നീ ഒരു വിഷമം പറയാൻ പോലും ആരുമില്ലാതെ അതിന് ചങ്ക് പൊട്ടിയിട്ടാണ് ഇവിടുന്ന് പോയത്. ചതിച്ചില്ലടാ ഞാൻ ആ പാവത്തിനെ. ഋഷി ഒരു തേങ്ങലോട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എല്ലാം പറയായിരുന്നില്ല നിനക്ക്? ഇങ്ങനെ സ്വയം നേർന്നായിരുന്നോ? നമ്മൾ പോവും, അവളെ കൊണ്ടുവരികയും ചെയ്യും. മനു എന്തോ തീരുമാനിച്ചുറപ്പിച്ചെന്ന പോലെ പറഞ്ഞു. ഇല്ല മനു, അവള് വരില്ല. ഞാൻ മാത്രം നിറഞ്ഞിരുന്ന ഹൃദയത്തിലാ ഞാൻ തന്നെ മുറിപ്പാട് വീഴ്ത്തിയത്. അതുണങ്ങില്ല ഒരിക്കലും. ഉണങ്ങിയാലും ഒരു കനൽ അവശേഷിപ്പിക്കും അവളുടെ മനസ്സിൽ. ആ പാപത്തിന് വെറുതെ ആശ കൊടുത്തു. ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കളയും മനു നിസ്സഹായനായി എന്തു പറയണമെന്നറിയാതെ അവനും തന്നെ നോക്കി നിന്നു. അവളെന്നോട് എന്തെങ്കിലും പൊറുക്കുവാടാ. തിരിച്ചു വരും എൻ്റെ ജീവിതത്തിലേക്ക്. പൊറുക്കാൻ കഴിയും അവൾക്ക്. പഴയതുപോലെ ആവാൻ കഴിയുമോ ഇനി? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മനു. നെഞ്ചൊക്കെ പൊട്ടുന്ന പോലെ. അവളെ അതാലോചിക്കുമ്പോഴാ. ഋഷി കരഞ്ഞുകൊണ്ട് മനുവിനെ ചുറ്റിപ്പിടിച്ചു. മനു അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ കുഴങ്ങി. നീ ഇങ്ങനെ വിഷമിക്കല്ലേ? നീ കേട്ടല്ലടാ അവൻ പറഞ്ഞ്. എൻ്റെ പെണ്ണിനെ അവൾക്ക് പിടിച്ചിക്കാൻ പറ്റില്ലടാ. അവൾക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഋഷിയില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അവൾക്കൊന്നും സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മളില്ല അവൾക്ക്. അവളെന്നെ സ്നേഹിക്കേണ്ട മനു. വെറുത്തോട്ടെ, ശപിച്ചോട്ടെ. പക്ഷെ അവരവളൊന്നും ചെയ്യരുത്. അത് മാത്രം മതി എനിക്ക്. ഋഷി അവന്റെ കൈകളിലേക്ക് മുഖം അമർത്തി ഏങ്ങലടികൾ മാത്രം പുറത്തു വന്നുകൊണ്ടിരുന്നു. കുറച്ചു നേരം നിൽപ്പ് നിന്ന് ഋഷിയെ പതിയെ ബെഡിലേക്ക് ഇരുത്തി മനു പുറത്തേക്ക് ഇറങ്ങിയതും മറ്റാരും കേൾക്കാതെ വാപ്പത്തി അലറിക്കരഞ്ഞവൻ. തോളിലൊരു കൈ അമർന്നപ്പോഴാണ് അവൻ ഞെട്ടിത്തിരിഞ്ഞ്. ദയാണ്. മനുവേട്ട, എന്താ ഇങ്ങനെ? ഈ സമയത്ത് ഋഷിയുടെ കൂടെ നിൽക്കേണ്ട ആളാണോ ഇങ്ങനെ? ആളവനെ തനിക്ക് അഭിമുഖമായി നിർത്തി. എനിക്ക് പറ്റണില്ല ദിയ. നെഞ്ചൊക്കെ പൊട്ടുന്ന പോലെ. അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. ദിയ അവനടുത്തേക്ക് നീ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഇവിടെ തളരരുത്. നമ്മളുണ്ട് ഋഷിയേട്ടന്. നമ്മൾ കൊണ്ടുവരും ചേച്ചി. ആ പാത്രത്തിന് ഒറ്റയ്ക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. രക്ഷിക്കണം. അവള് വരില്ല ദിയ. അവളുടെ മനസ്സിനേറ്റ മുറിവ് അത്ര വലുതാ. ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെട്ട എത്ര വലിയ ബന്ധമാണെങ്കിലും നിലനിൽപ്പില്ല മോളെ. അവളുടെ വിശ്വാസത്തിന്മേല ഇന്ന് കളങ്കുവേറ്റത്. ഋഷിയേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല മനുവേട്ട. മറിച്ചാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും ചേച്ചി. ആരെതിർത്താലും. ഋഷി അല്ല ദിയ. അവനല്ല, ഞാനാ. മനു! പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ ഋഷിയുടെ അലർച്ചയോടെ മുഴങ്ങി കേട്ടു. മനു എന്തോ പറയാൻ പോയതും പിന്നിൽ നിന്ന് ഋഷിയുടെ അലർച്ചയായിട്ട് ഒരുമിച്ചായിരുന്നു. മനുവും തീയും ഞെട്ടലോടെ ഒരേപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ ദേഷ്യഭാവത്തിൽ മുഖമൊക്കെ വലിഞ്ഞു മുറുകി ഋഷി നിൽക്കുന്നുണ്ട്. അവൻ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. നീ അകത്തേക്ക് പോ, അവൻ ദിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ മനുവിനെയും ഋഷിയെയും മാറി മാറി നോക്കി മനുവിനോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറി. ഞാൻ മനു ഋഷിയെ പതർച്ചയോടുകൂടി നോക്കി. വേണ്ട, ഒന്നും പറയണ്ട. നമ്മളായിട്ടെടുത്ത തീരുമാനാ, അതിനൊരു മാറ്റവും വേണ്ട. ഋഷി കടുപ്പിച്ച് പറഞ്ഞു. ഋഷി, തനുവെങ്കിലും അറിയണ്ടടാ. വേണം, സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളൂ. ഇനി എപ്പോഴാണ് എല്ലാം അവസാനിച്ചിട്ടോ? നിന്റെ ജീവിത ഋഷി. ഇത്രയും നാളത്തെ പോലെയല്ല ഇനി കാര്യങ്ങൾ. ഞാൻ പറയാവളോട്. വേണ്ട മനു, ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ വിശ്വസിക്കില്ല. ഒരു വാക്ക് ഞാൻ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എൻ്റെ തെറ്റാ, ഞാൻ തന്നെ തിരുത്തിക്കോളാം. അതിന് നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ. നീ വിഷമിക്കുക, നേരം വിളിക്കട്ടെ. നമുക്ക് നാളെ തന്നെ പോവാം. നീ വിളിച്ച അവൾ വരും, എനിക്ക് ഉറപ്പുണ്ട്. മനു ഋഷിയെ പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കും അറിയാം, നിനക്കും അറിയാം അവൾ വരില്ലെന്ന്. പിന്നെ എന്തിനാ മനു? എന്നെ ആശ്വസിപ്പിക്കാനാണോ നീ ഇങ്ങനെ?
ഋഷിയുടെ വാക്കുകളിൽ വിഷാദം തളം കെട്ടി നിന്നിരുന്നു. നീ വിഷമിക്കല്ലേ, നമുക്കെല്ലാം ശരിയാക്കാന്നേ. ഞാനില്ലേ, എല്ലാം ശരിയാവും. അവൾ വരും, എനിക്ക് ഉറപ്പുണ്ട്. മനു ഋഷിക്ക് തന്നാലാവും വിധ ആശ്വാസവും ധൈര്യവും പകർന്നു. അന്ന് കുറച്ച് വൈകി ഋഷി ഒരുവിധം ഓക്കെ ആയെന്ന് തോന്നിയപ്പോഴാണ് മനു അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. രാത്രി ഋഷിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ ഇന്നലത്തെ മനോഹരമായ രാത്രിയും തനുവിന്റെ നിഷ്കളങ്കമായ മുഖവും നിറഞ്ഞു നിന്നു. മാനത്തുദിച്ച നക്ഷത്രങ്ങളെയും പൂർണ്ണചന്ദ്രനെയും സാക്ഷിയാക്കി തന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച പെണ്ണ്, ഈ ശ്വാസം നിൽക്കുന്നവരെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞവൾ, ഈ ഇടനെഞ്ചിന്റെ താളം കേട്ടുകൊണ്ട് ഇനിയുള്ള രാത്രികൾ ഉറങ്ങണമെന്ന് പറഞ്ഞവൾ, തന്നെ പ്രാണനേക്കാൾ സ്നേഹിച്ചവൾ, തന്നേക്കാൾ വിശ്വസിച്ചവൾ, എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ല, അവന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. താൻ കാരണം ഇനി അവൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ആലോചിക്കുന്തോറും ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൻ അവളെന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് തോന്നി. പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ് ചെയ്ത്. നോക്കുമ്പോൾ മനുവാണ്. പോയിട്ട് കുറച്ച് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. അവന് വേവലാതിയോടെ ഫോൺ എടുത്തു. ഡാ, ബാഗിൽ അത്യാവശ്യത്തിന് കുറച്ച് ഡ്രസ്സും പാസ്പോർട്ടും ആധാറോ ചുരിദാറോ പിന്നെ എന്ത് കുന്താണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വാ. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ആദ്യം ഉണർത്തി കാര്യം പറഞ്ഞ് അവൻ അത്യാവശ്യം സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.